ശ്രീലാൽ, ഒരു കാര്യം കൂടി ചോദിക്കാനുള്ളത്, ഇപ്പോൾ നോക്കൂ, ഈ പറഞ്ഞ വിജയത്തെക്കാളപ്പുറം പരാജയത്തിൻ്റെ രാഷ്ട്രീയ ഗൗരവം, ഉള്ളടക്കം അത് ചർച്ച ചെയ്തു പോകേണ്ടത് തന്നെയാണ്. പ്രത്യേകിച്ച് കേരളം അത് വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്നത് തന്നെയാണ്. ഇതൊരു ബജറ്റ് സമ്മേളനത്തിൻ്റെ കാലമാണ്. രാഹുൽ ഗാന്ധി നമ്മൾ പറഞ്ഞ പോലെ ലോക്സഭാ നേതാവാണ്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യ മുന്നണി കുറെ കൂടി ശക്തമായി BJPയെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നണിയായി വരണമെന്ന് നാട് ആഗ്രഹിക്കുന്ന ഒരു കാലത്ത്, ഈ ബജറ്റ് സമ്മേളന കാലത്ത് ദില്ലിയുടെ ചിത്രം ഇവർ ചേർന്ന് നിന്ന് ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയി ഒരു വിജയം സമ്മാനിച്ചുകൊണ്ട് ആ പാർലമെൻറ്റ് സമ്മേളനത്തെ ആ മുന്നണിക്ക്, അതിലെ അംഗങ്ങൾക്ക് നേരിടാനായിരുന്നെങ്കിൽ അത് കൊടുക്കുന്ന ആത്മവിശ്വാസം എത്രമാത്രം വലുതാകുമായിരുന്നു? ചോദ്യം തികച്ചും സാങ്കല്പികമാണ്. സംഭവിക്കാത്ത കാര്യം തീർച്ചയായും. അതായത് ഇപ്പോൾ ഇത് തന്നെ ആകാം ഒരു പക്ഷേ റിസൾട്ടായി വന്നാൽ പോലും. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്ന് മത്സരിക്കുന്നു, പക്ഷേ അപ്പോഴും BJP ആണ് അധികാരത്തിൽ വരുന്നെങ്കിൽ പോലും അത് പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ അതൊരു വർദ്ധിച്ച വീര്യത്തോടെ പ്രതിപക്ഷത്തെ നേരിടണം. കാരണം ഇങ്ങനെ ഒരു ഫലമാണ് വരുന്നത്. ഒരു 70 സീറ്റിൽ 20 സീറ്റിൻ്റെ മാത്രം കുറവ് കൊണ്ട് മറ്റും BJP അധികാരത്തിൽ വരികയാണെങ്കിൽ BJPയെ പിടിച്ചുകെട്ടാനായി എന്നുള്ള വലിയ ആത്മവിശ്വാസത്തോടെ പാർലമെൻറ്റിലേക്ക് വരാനാകുമായിരുന്നു. ഇപ്പോൾ പാർലമെൻറ്റിലേക്ക് കടന്നു വരുന്ന പല ഗേറ്റിൽ കൂടെ ഒളിച്ച് മറ്റേ ആൾ കാണുന്നുണ്ടോ, ഇയാൾ കാണുന്നുണ്ടോ എന്ന രീതിയിൽ ഒളിച്ചു കിടക്കാൻ മാത്രമേ ഇനിയിപ്പോൾ സാധിക്കുകയുള്ളൂ. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ പറയുന്ന തലയിൽ മുണ്ടിട്ട് സമാജ്വാദി പാർട്ടി എതിരാണ്. സമാജ്വാദി പാർട്ടി കോൺഗ്രസിൻ്റെ ഡൽഹി നിലപാടിൽ പരസ്യമായി തന്നെ അവരുടെ വിയോജിപ്പ് അറിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒമർ അബ്ദുള്ള നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ ശരത് പവാറിൻ്റെ NCPയും അതേപോലെ തന്നെ ശിവസേനയും അവരുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരത് പവാറിൻ്റെ NCPയുടെയും ശിവസേനയുടെയും എല്ലാം പ്രശ്നം അവിടെ ഇനി അടുത്ത BMC ഇലക്ഷൻ വരാൻ പോവുകയാണ്. അപ്പോഴും കോൺഗ്രസ് ഇതേ നിലപാടുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിടെ വലിയ ബുദ്ധിമുട്ടാകും അവർക്ക്. ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ ഒരുമിച്ച് ഒരു പോരാട്ടം പാർലമെൻറ്റിൽ നടക്കുക എളുപ്പമല്ല. BJPയുടെ ആവശ്യവും അതുതന്നെയാണ്. അതൊന്ന്. രണ്ട്, അതിനെല്ലാം മുമ്പ് ഈ പറയുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി യോഗം പോലും ഉണ്ടാകുമോ എന്നുള്ള സംശയം ബാക്കിയാകുന്നു. കാരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടിയോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയോ ഒന്നും ഇനി അവരോടൊപ്പം ഇരിക്കാൻ കുറച്ച് ഒരു വൈമുഖ്യം കാണിച്ചെന്ന് വരാം. ഇതിനെല്ലാം അപ്പുറം ഇപ്പോൾ അടുത്ത UP തെരഞ്ഞെടുപ്പോ അതുപോലുള്ള തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ, ഈ പറയുന്ന പ്രാദേശിക പാർട്ടികൾ നയിക്കുന്ന സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതിനേക്കാൾ വലിയ ബാർഗൈനിങ് അവർ നടത്തും. അവരെ മുന്നിൽ അന്ന് കോൺഗ്രസ് കൈകെട്ടി നിൽക്കേണ്ടി വരും. ഇതെല്ലാമുണ്ട്. ഇതിനൊക്കെ അപ്പുറത്തുള്ള ഒരു സംഭവമാണ് ഈ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് തന്നെ ഇത്തരത്തിൽ വലിയ ഒരു ഏറ്റുമുട്ടലിന് പരസ്യമായി രംഗത്തിറങ്ങിയത്. അത് തീർച്ചയായും അടുത്തുള്ള ഒരു ഇന്ത്യ മുന്നണി യോഗത്തിൽ അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും ഒന്നിച്ചിരിക്കേണ്ടതാണ്. അവിടെ രാഹുൽ ഗാന്ധിക്ക് അരവിന്ദ് കെജ്രിവാളിനോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ആ യോഗത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കാനോ രാഹുൽ ഗാന്ധിക്ക് ഇനി എളുപ്പമാകില്ല. മമതാ ബാനർജി നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് നിലപാട്. മമതാ ബാനർജി വളരെ ശക്തമായി ഈ കോൺഗ്രസിൻ്റെ നിലപാടിനെതിരെ പരസ്യമായി രംഗത്ത് നിലപാടെടുത്ത നേതാവാണ്. അപ്പോൾ സഖ്യകക്ഷികളിൽ നിന്നും കോൺഗ്രസ് ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിൽ ഒറ്റപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഈ ഫലം നൽകുന്ന സൂചന. തീർച്ചയായും ഒരു വലിയ പൊളിറ്റിക്കൽ ബ്ലണ്ടറാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളതും അതിൻ്റെ വലിയ ഉത്തരവാദിത്വം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് എന്നുള്ളതും, ചുറ്റും നിൽക്കുന്ന നേതാക്കളുടെ അല്ലെങ്കിൽ കാര്യങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണെന്നും പറയുന്നതിൽ അർത്ഥവുമില്ലല്ലോ. കാരണം നയിക്കുന്ന നേതാവ് ആരാണ്, ആർക്കാണ് അതിൻ്റെ ചുമതല, ഈ രാഷ്ട്രീയത്തിൻ്റെ ഉൾക്കാഴ്ചയോടെ കാണുക, അതിൻ്റെ ഉള്ളടക്കത്തെ ഏറ്റെടുക്കുക, ആ നിലയിൽ തൻ്റെ പാർട്ടിയെയും തനിക്കൊപ്പം നിൽക്കുന്ന താഴോട്ട് നിൽക്കുന്ന നേതാക്കളെയും പാകപ്പെടുത്തുക, ഇതിൻ്റെ അനിവാര്യത ബോധ്യപ്പെടുത്തുക എന്ന നിലയിലേക്ക് പോകാൻ കഴിയേണ്ടതായിരുന്നു. അത് ഹരിയാനയിൽ കഴിഞ്ഞില്ല, ദില്ലിയിൽ കഴിഞ്ഞില്ല. ദില്ലിയിലടക്കം ഒരു പ്രതിപക്ഷ രാഷ്ട്രീയത്തെ, BJP വിരുദ്ധ രാഷ്ട്രീയത്തെ മുക്കിക്കൊല്ലുന്നതിനുള്ള ഒരു രാഷ്ട്രീയ പരാജയത്തിനും രാഷ്ട്രീയ വങ്കത്തരം കാഴ്ചവെക്കുന്നതിനും ഇടവന്നു എന്നുള്ളതാണ് ഹരിയാനയ്ക്ക് പിന്നാലെ ദില്ലിയിലും ആവർത്തിക്കപ്പെട്ടുള്ളത്. ഹരിയാനയുടെ ആവർത്തനം തന്നെയാണ് ദില്ലിയിലും സംഭവിച്ചിട്ടുള്ളത്. അത് ആം ആദ്മി പാർട്ടിക്ക് വലിയ തോതിലുള്ള ഒരു തിരിച്ചടി സംഭവിക്കുന്നതിനിടവരുത്തി. അപ്പോഴും ആ പാർട്ടി അടിത്തറയോടെ പ്രതിപക്ഷത്ത് ശക്തമായി ഉണ്ടാകാനുള്ള ശേഷിയുണ്ട് എന്ന് തെളിയിക്കുന്നു. നേതാക്കളെ വളരെ ആസൂത്രിതമായി തന്നെ നേതാക്കൾ തോൽക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ന്യൂദില്ലി എന്ന മണ്ഡലം തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിക്കാൻ അവിടെ മോദിയേക്കാൾ ഏറ്റവും അധികം മുൻപിട്ടിറങ്ങി നിന്നത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് എന്നതടക്കമുള്ള പ്രശ്നങ്ങൾ ഈ ചർച്ചയെ അല്ലെങ്കിൽ ദില്ലിയുടെ രാഷ്ട്രീയത്തെ ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകും.